അതും വേണ്ട. പിന്നെ നല്ല കിണ്ണം ഫുഡ്, നല്ല കിടിലൻ ശീശ, അറബിക് വൈബ് ഫുഡ്, അറബിക് ആംബിയൻസിൽ നമ്മളിപ്പോൾ ഉള്ളത് ഹുക്കയിലാണ്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറി നോക്കല്ലേ എന്തൊക്കെ സ്ഥിതി എന്നുള്ളത്. ഇതിന്റെ ഉള്ളിലെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ലേറ്റ് നൈറ്റ് 3 മണി വരെ ഇവർ ഇവിടെ ഓപ്പണിംഗ് ആണ്. നമ്മൾ എന്തായാലും ഇവിടുത്തെ ഹുക്കയിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കിട്ടോ. ഇതിന്റെ ഉള്ളിലെ ആംബിയൻസ് ബേസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പുറരാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഫീലിംഗ് ആട്ടോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. ദുബായ് അതുപോലെ തന്നെ മറ്റു അറബ് രാഷ്ട്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പക്ക ആംബിയൻസ് ആട്ടോ അതിന്റെ ഉള്ളിൽ. പിന്നെ ആകപ്പാടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ഓണേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല. ഫുഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇവരുടെ ഇഫ്താർ പ്ലാറ്റർ. നയൻതാരന്റെ ഫേവറേറ്റ് ജപ്പാൻ ചിക്കൻ, അതുപോലെ തന്നെ ലസാഗ്ന പാസ്ത. ഈ ഒരു ഇഫ്താർ പ്ലാറ്ററിൽ വരുന്ന മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ കബാബ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, റൈസ്, അതുപോലെ തന്നെ പ്രൗൺസ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. 2 ആൾക്ക് കഴിക്കാൻ പറ്റിയ പോർഷൻ ആണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ ഒരു 2-3 ആൾക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. നയൻതാരന്റെ ഫേവറേറ്റ് ജപ്പാൻ ചിക്കൻ എന്ന് കേട്ടപ്പോൾ തന്നെ ഇവൻ അത് ഫുൾ എടുത്ത് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹുക്ക വലിക്കാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ആൾക്കാർ വരുന്നത്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണോ, അത് നല്ലൊരു ആംബിയൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സ്പോട്ട് തന്നെയാണ് ഈ കാണുന്ന ഹുക്ക. ഫാമിലിക്കായിട്ട് ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് PTC റോഡിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.